എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 2024 മാർച്ച് മാസത്തിലെ PSC ബുള്ളറ്റിൽ പറഞ്ഞു പോകുന്ന 2 ലക്കങ്ങളായിട്ട് വന്ന PSC ബുള്ളറ്റിൽ പറയുന്ന കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം 2024 എന്ന് പറയുന്ന വർഷത്തിലെ PSC ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ തന്നെ വരാൻ പോകുന്ന നമ്മുടെ LDC പരീക്ഷയിലൊക്കെ ചോദ്യമായിട്ട് വളരെയധികം പ്രതീക്ഷിക്കേണ്ടതാണ്. ഇന്ന് ഈ ഒരു മാർച്ച് മാസത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട PSC എപ്പോഴും ചോദിച്ച് കാണാറുള്ള കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മാസമാണ് മാർച്ച് മാസം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഏപ്രിൽ 2024 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിലും നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. മാർച്ച് മാസമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2023 ജ്ഞാനപീഠ പുരസ്കാരം 2024 പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ലഭിച്ചിരിക്കുന്ന 2 പേരുകളാണ് നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത്. 2023 ജ്ഞാനപീഠ പുരസ്കാരം വിഖ്യാത ഉറുദു കവി ഗുൽസാറിനും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യയ്ക്കും ലഭിച്ചു എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്. 2023 നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന 2 പേർക്ക് ഒന്നാമത്തെ പേര് ഗുൽസാർ, രണ്ടാമത്തെ പേര് രാം ഭദ്രാചാര്യ. ഗുൽസാർ ഉറുദു കവിയാണ്, അതേപോലെ തന്നെ സംസ്കൃത പണ്ഡിതനാണ് രാം ഭദ്രാചാര്യ. എത്രയാണ് ഇതിന്റെ സമ്മാന തുക? 21 ലക്ഷം രൂപ. ഇതുകൂടാതെ വാഗ്ദേവിയുടെ ഒരു ശില്പവും അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ട് പഠിച്ച് 2023 ജ്ഞാനപീഠ പുരസ്കാരം 2023 പ്രഖ്യാപിച്ചപ്പോൾ 2 വ്യക്തികൾക്ക് അത് ലഭിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയാൽ അത് ശരിയാണല്ലോ. ആ ഒരു പേര് നമ്മുടെ ഗുൽസാർ ആണ്. അദ്ദേഹം ഒരു ഹിന്ദി കവി എന്ന് നൽകിയാൽ തെറ്റിയില്ലോ. അദ്ദേഹം ഉറുദു കവിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മറ്റൊരു പേര് രാം ഭദ്രാചാര്യ, അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനാണെന്ന കാര്യം ഓർത്തിരിക്കുക. സമ്മാന തുക 20 ലക്ഷം എന്ന് പറഞ്ഞാൽ തെറ്റിയില്ലോ. 21 ലക്ഷം രൂപയാണ്. ഇതിന്റെ കൂടെ വാഗ്ദേവിയുടെ ഒരു ശില്പവും നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പരിചയപ്പെട്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ജ്ഞാനപീഠ പുരസ്കാരം മനസ്സിലേക്ക് ഓർത്തിരിക്കേണ്ടത് 2023 2024 പ്രഖ്യാപിച്ചപ്പോൾ 2 പേരുകൾ, ഒന്ന് ഗുൽസാറും മറ്റൊരു പേര് രാം ഭദ്രാചാര്യ. ഗുൽസാർ ഉറുദു കവിയാണ്, അതേപോലെ തന്നെ സംസ്കൃത പണ്ഡിതനാണ് രാം ഭദ്രാചാര്യ. പിന്നെ മനസ്സിലേക്ക് വരേണ്ട സമ്മാനത്തുക 21 ലക്ഷം രൂപ. അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എപ്പോഴും ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ചോദ്യമായിട്ട് തൊട്ടടുത്ത പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. 2024 വരുമ്പോൾ അവിടെ ഇന്ത്യയുടെ ISROയുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. ഇത് എന്താന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ഒരു കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഈ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹത്തെ അങ്ങെത്തിക്കണ്ടേ, അതിനുവേണ്ടി ഉപയോഗിച്ച റോക്കറ്റാണ് GSLV F-14. അപ്പൊ എന്ത് പഠിച്ചു? ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS വിജയകരമായി വിക്ഷേപിച്ചു 2024. അതിൽ ഉപയോഗിച്ച ലോഞ്ച് വെഹിക്കിൾ ആണ് GSLV F-14. GSLV F-14 ഉപയോഗിച്ചുകൊണ്ട് ഇൻസാറ്റ് 3DS വിജയകരമായി വിക്ഷേപിച്ചു. ഇൻസാറ്റ് 3DS എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് വിക്ഷേപിച്ചത് GSLV F-14 എന്ന് പറയുന്ന വെഹിക്കിൾ ഉപയോഗിച്ചാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട, ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഏഷ്യൻ ബാഡ്മിന്റണിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്ക് സ്വർണം എന്നതാണ് നമ്മുടെ വാർത്ത. ഫൈനലിൽ തായ്ലാന്റിനെ തോൽപ്പിച്ച് ഇന്ത്യൻ വനിതകൾ ചരിത്ര നേട്ടം കൈവരിച്ചു എന്നതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് ഈ വാർത്തയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ വാർത്തയൊന്ന് നോക്കാം. ഏഷ്യൻ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പിലെ അപൂർവ വിജയത്തോടെ രാജ്യത്തിന്റെ കായിക നേട്ടങ്ങളിൽ ഒരു പൊന്തൂവൽ കൂടി ചേർത്ത് വെച്ച് ഇന്ത്യൻ വനിതകൾ. ഫൈനലിൽ 3ാം സീഡായ തായ്ലാന്റിനെ വീഴ്ത്തിയ ഇന്ത്യ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിലെ ആദ്യ സ്വർണം നേടി. പുരുഷ വിഭാഗവും അതേപോലെ തന്നെ വനിതാ വിഭാഗവും ഒരുമിച്ച് പരിഗണിച്ചാലും ആദ്യമായിട്ടാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ടീം സ്വർണം നേടുന്നത്. നമ്മുടെ മലേഷ്യയിലെ ഷാ ആലം ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് നടക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. സീനിയർ താരം PV സിന്ധുവും കൗമാര താരം അൻമോൾ ഗർഭും സിംഗിൾസ് മത്സരങ്ങളിൽ മുന്നേറിയപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് നമ്മുടെ മലയാളി താരം ട്രിസ ജോളി. ഒപ്പം നമ്മുടെ ഗോപിചന്ദിന്റെ മകൾ ഗായത്രി ഗോപിചന്ദ്. ഈ സഖ്യത്തിന് ഡബിൾസ് വിജയവും ചരിത്ര നേട്ടത്തിൽ നിർണായകമായി. അപ്പോൾ അവിടെ ട്രിസ ജോളിയുടെ പേര്
ഓർത്തിരിക്കുക. അവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളിയാണ്. കായികം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ ട്രിസ ജോളി ബാഡ്മിൻ്റൺ ആണ്. ട്രിസ ജോളി ബാഡ്മിൻ്റൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, പുരുഷ വിഭാഗത്തിൽ നേടിയിട്ടുള്ള 2 വെങ്കല മെഡലുകൾ മാത്രമാണ് ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഇന്ത്യയുടെ മുൻ നേട്ടങ്ങൾ. ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു ടൂർണമെന്റിലെ 2 വെങ്കലം, അത് പുരുഷന്മാരാണ് നേടിയത്. പക്ഷേ ഇവിടെ ചരിത്രം പിറന്നിരിക്കുന്നു, സ്വർണം നേടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പ് മലേഷ്യയിൽ വെച്ച് അതിൽ ഇന്ത്യക്ക് സ്വർണം ലഭിച്ചു. ഇന്ത്യ ആരെയാണ് പരാജയപ്പെടുത്തിയത്? തായ്ലാൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. 3-2 പരാജയപ്പെടുത്തിയത്. അവിടെ PV സിന്ധു എന്ന പേര് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ കൗമാര താരം അൻമോൾ ഗർഭൂം എന്ന പേര് ഓർത്തിരിക്കുക. മറ്റൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ട്രിസ ജോളി, അതോടൊപ്പം തന്നെ ഗായത്രി ഗോപിചന്ദ്. ഇനി അടുത്തതിലേക്ക് വരാം. മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനുമുള്ള 2022-23 സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം സിമ്പിളായിട്ട് പഠിച്ചു വെക്കാം. നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനുമുള്ള 2022-23 സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനും ലഭിച്ചു. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. സംസ്ഥാന റവന്യൂ അവാർഡുകളിൽ തിരുവനന്തപുരം കളക്ടറേറ്റ് മികച്ച കളക്ടറേറ്റ് ആയപ്പോൾ മികച്ച ജില്ലാ കളക്ടറായിട്ട് ജെറോമിക് ജോർജിനെയും തെരഞ്ഞെടുത്തു എന്ന കാര്യം ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന 2 ഫാക്റ്റുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ഇനി അടുത്തത്, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് T50. അത് ജമ്മു ഉധംപൂർ മുതൽ ബാരമുള്ള ആ ഒരു പാതയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 12.77 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇത് ആര് ഉദ്ഘാടനം ചെയ്തു? നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആര് ഉദ്ഘാടനം ചെയ്തു? പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പരീക്ഷയിലൊക്കെ ചോദിക്കാവുന്ന ഒരു ഫാക്റ്റാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം T50 എന്നാണ് അത് അറിയപ്പെടുന്നത്. ജമ്മു ഉധംപൂർ ബാരമുള്ള പാതയാണ്. ജമ്മു ഉധംപൂർ ബാരമുള്ള പാത, ആ ഒരു പാതയിലാണ് ഇത് നിലവിൽ വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് വന്നിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പ്രധാനമന്ത്രിയാണ്. അപ്പോൾ T50 ഒക്കെ ഓർക്കുക. ഇത് വേണമെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാം. നമ്മുടെ ജോഗ്രഫിയിൽ ഗതാഗതം എന്ന് പറയുന്ന മേഖലയുണ്ട്, അവിടെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം മറക്കാതെ പഠിക്കുക. 12.77 കിലോമീറ്റർ നീളമുള്ള T50 ആണ്. അത് ജമ്മു ഉധംപൂർ ബാരമുള്ള പാതയിലാണ്. ആര് ഉദ്ഘാടനം ചെയ്തു? നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇനി അടുത്ത ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡാണ് ബാഫ്റ്റ അവാർഡ്. ഈ ബാഫ്റ്റ അവാർഡുമായി ബന്ധപ്പെട്ട് അവിടെ മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആ ഓപ്പൺ ഹൈമർ ആണ് മികച്ച ചിത്രം. ഏതാണ്? ഓപ്പൺ ഹൈമർ. അതാണ് എന്ത്? മികച്ച ചിത്രം. ഇനി മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റഫർ നോളൻ ആണ്. ക്രിസ്റ്റഫർ നോളൻ ആണ് മികച്ച സംവിധായകൻ. അതേപോലെ തന്നെ നടനാരെന്ന് ചോദിച്ചാൽ കീലിയൻ മർഫി ആണ്. അപ്പോൾ ഈ ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന ആ സിനിമയുണ്ടല്ലോ, ആ സിനിമയുടെ സംവിധായകനാണ് ക്രിസ്റ്റഫർ നോളൻ. ആ സിനിമയിലെ നടനാണ് കീലിയൻ മർഫി. അതേപോലെ തന്നെ 7ഓളം അവാർഡുകൾ ഈ ബാഫ്റ്റ പുരസ്കാരത്തിൽ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ഓപ്പൺ ഹൈമറിന് ലഭിച്ചിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, നമുക്കിപ്പോൾ മികച്ച നടീനെ കിട്ടണമല്ലോ, അത് എമ്മ സ്റ്റോൺ ആണ്. എമ്മ സ്റ്റോൺ ആണ് ഈ പുവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിയായിട്ട് തെരഞ്ഞെടുത്തത്. ബാഫ്റ്റ പുരസ്കാരം 2024 പ്രഖ്യാപിച്ചപ്പോൾ മികച്ച സിനിമ മറക്കാതെ ഓർത്തിരിക്കുക, ഓപ്പൺ ഹൈമർ. ഓപ്പൺ ഹൈമർ. അതേപോലെ തന്നെ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. മികച്ച നടൻ കീലിയൻ മർഫി. മികച്ച നടിയാരെന്ന് ചോദിച്ചാൽ എമ്മ സ്റ്റോൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ്? എമ്മ സ്റ്റോൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ബാഫ്റ്റ പുരസ്കാരമാണ്. അതിൽ മികച്ച സിനിമ ഓപ്പൺ ഹൈമർ, മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, മികച്ച നടൻ കീലിയൻ മർഫി, മികച്ച നടി എമ്മ സ്റ്റോൺ ആണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇതിനൊരു ചരിത്ര പ്രാധാന്യം, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന, അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ആ ഒരു ചരിത്ര നേട്ടം അമേരിക്കയുടെ ഒഡീസിയസ് സ്വന്തമാക്കി. അപ്പോൾ ആ ഒരു ഇതിൻ്റെ പേരെന്താണ്? ഒഡീസിയസ്. അപ്പോൾ ഏത് കമ്പനിയാണെന്ന് അറിയണ്ടേ? ആ കമ്പനിയുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻറ്റ്യൂറ്റീവ് മിഷൻസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അതേപോലെ തന്നെ ഇത് ഏത് റോക്കറ്റിലാണ് പോയത്? ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിലാണ് പോയത്. അത് സ്പേസ് എക്സിൻ്റെ റോക്കറ്റാണ്. February 15 പോയത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ എന്തെല്ലാം പറഞ്ഞിടോ?
ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന ചരിത്ര നേട്ടം അമേരിക്കയുടെ ഒഡീസിയ സ്വന്തമാക്കി. ആ കമ്പനിയാണ് ഇൻറ്റ്യൂറ്റീവ് മിഷൻസ്. ഏത് റോക്കറ്റിൽ പോയി? സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിലാണ് പോയിരിക്കുന്ന എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഐക്യകേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലെത്തിക്കുന്നതിന്റെ റെക്കോർഡ് ആർക്കാണ്? നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാറിനാണ്. ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ആയിരുന്ന സി അച്യുതമേനോൻ സാറിന്റെ റെക്കോർഡാണ് എന്ത് മറികടന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇവിടെ പിണറായി വിജയൻ സാറാണ് നിലവിൽ നമ്മുടെ ഐക്യകേരള രൂപീകരണത്തിനൊക്കെ ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ, അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക, തുടർച്ചയായി എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് അധികാരത്തിലിരുന്ന ആ ഒരു റെക്കോർഡാണ്. അതേപോലെ തന്നെ ഇതിനു മുമ്പ് ആരുടെ കയ്യിലായിരുന്നു ഈ ഒരു റെക്കോർഡ്? നമ്മുടെ സി അച്യുതമേനോൻ സാറിന്റെ കയ്യിലായിരുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയിലൊക്കെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാം അഭിമാനമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു മിഷനാണ് ഗഗൻയാൻ എന്ന് പറയുന്ന മിഷൻ. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യ സംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നയിക്കും. അതായത് പ്രശാന്ത് ബാലകൃഷ്ണൻ ഇതിൽ അംഗമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ ഗഗൻയാൻ ദൗത്യം, ബഹിരാകാശത്തേക്ക് പോകുന്ന ദൗത്യത്തിൽ 4 വ്യക്തികളുടെ പേര് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുന്ന ആ 4 പേരിൽ ഒരു മലയാളിയുണ്ട്. ആ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഒരു വാർത്താരൂപത്തിൽ നിന്ന് പരിചയപ്പെടാം. ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ. അപ്പോൾ ഒരു പേര് പരിചയപ്പെട്ടെ, പ്രശാന്ത് ബാലകൃഷ്ണൻ. മറ്റൊരു പേരാണ് അജിത് കൃഷ്ണൻ. മറ്റൊരു പേരെന്താണ്? അജിത് കൃഷ്ണൻ. അപ്പോൾ ബാലകൃഷ്ണൻ, പിന്നെ അജിത് കൃഷ്ണൻ, പിന്നെ മറ്റൊരു പേര് അങ്കദ് പ്രതാപ്. മറ്റൊരു പേരെന്താണ്? അങ്കദ് പ്രതാപ്. 4ാമത്തെ പേരോ വിംഗ് കമാൻഡർ സുഭാൻഷു ശുക്ല. അപ്പോൾ ഈ 4 പേരുകളാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. അതിലൊരു പേര് വളരെ ഇമ്പോർട്ടൻ്റ്, അയാൾ ഒരു മലയാളിയാണ്, പ്രശാന്ത് ബാലകൃഷ്ണൻ. മറ്റൊരു പേര് അജിത് കൃഷ്ണൻ. മറ്റൊരു പേര് അങ്കദ് പ്രതാപ്. മറ്റൊരു പേര് വിംഗ് കമാൻഡർ സുഭാൻഷു ശുക്ല. 140 കോടി ഇന്ത്യക്കാരുടെയും പ്രതിനിധികളായി ഗഗനചാരികളാകാൻ ISRO കഠിനമായി പരിശീലിപ്പിച്ചവരാണ് ഇവര്. കഠിനമായ പരിശീലനം പൂർത്തിയാക്കി അവർ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ യാത്രകരാകാൻ പരിശീലനം നടത്തുന്ന 4-അംഗ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവതരിപ്പിച്ചത്. ഈ 4 പേരിൽ 3 പേരാകും അടുത്ത വർഷം ബഹിരാകാശത്തേക്ക് പോകുക. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പാലക്കാട് നെന്മാറ പഴയ ഗ്രാമം സ്വദേശിയാണ്. അപ്പോൾ അതും ചോദിക്കാം, അദ്ദേഹം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാടാണ്. ഇനി നമ്മൾ അടുത്തിലേക്ക് വരാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കാരണം ഇത്തരത്തിലുള്ള അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അത് പിന്നീട് വരുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിക്കാറുണ്ട്. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിലിം ഫെസ്റ്റിവലാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ. അതിൽ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഛായാഗ്രഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന് ലഭിച്ചു. അപ്പൊ ഛായാഗ്രഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന് എന്ത് അവാർഡ് ലഭിച്ചു? 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ചു. എന്താണ്? പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു ഛായാഗ്രഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന് എന്ന കാര്യം ഓർക്കാം. അപ്പൊ ഈ പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിലും ചോദിക്കാം, കലാ സാഹിത്യം ആ മേഖലയിലും ചോദിക്കാം, ചിലപ്പോൾ വേണമെങ്കിൽ മലയാളത്തിലും ചോദിക്കാം. അപ്പോൾ 3 തരത്തിലും ഇതുപോലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഛായാഗ്രഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന് ലഭിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ്, സന്ന ഇർഷാദ് മട്ടുവിന് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് ലഭിച്ചു. വ്യക്തിയുടെ പേര് ഓർക്കുക, സന ഇർഷാദ് മട്ടു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, പുലിസ്റ്റർ പുരസ്കാര ജേതാവ് കൂടിയാണ് ഈ കാശ്മീർ സ്വദേശിനി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചോദ്യമായിട്ട് വന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിനു മുമ്പുള്ള പരീക്ഷകളൊക്കെ തന്നെ. അവിടെ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ചോദ്യം, സന്ന ഇർഷാദ് മട്ടു എന്ന പേര് ഓർക്കുക. അവർക്ക് എന്താണ് വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് ലഭിച്ചിരിക്കുകയാണ്. ഇവർക്ക് ഇതിനു മുമ്പ് പുലിസ്റ്റർ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇവരൊരു കാശ്മീരി സ്വദേശിനിയാണെന്ന കാര്യം കൂടി ഓർക്കുക. പേരെന്താണ്? സന ഇർഷാദ് മട്ടു എന്ന പേര് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിതയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന
ജസീന്ത കല്യാൺ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ആരാണ്? നമ്മുടെ ജസീന്ത കല്യാണാണ്. എന്താണ് പറഞ്ഞത്? നമ്മുടെ ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാണാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പേര് പരിചയപ്പെട്ട് എന്താണ്? ജസീന്ത കല്യാൺ എന്നാണ് നമ്മളിവിടെ പരിചയപ്പെട്ടിരിക്കുന്ന പേര്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നമ്മുടെ വളരെ പ്രധാനമായിട്ട്, പ്രത്യേകിച്ച് ഈ സയൻസ് എന്ന് പറയുന്ന മേഖലയ്ക്കായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് ഗോബസ് സാമുരിനോറം എന്ന പേര് കൊടുത്തു. അപ്പൊ എന്താണ് ഗോബസ് സാമുരിനോറം? ഫംഗസ്, ഗോബസ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഗോബസ് സാമുരിനോറം എന്ന് പറയുന്നത് ഫംഗസ് ആണ്. അത് വയനാട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് ഗോബസ് സാമുരിനോറം എന്ന പേര് കൊടുത്തു. എന്താണ്? ഗോബസ് സാമുരിനോറം എന്ന പേര് കൊടുത്തു. എന്തിനു കൊടുത്തു? ഫംഗസിന് കൊടുത്തു. എവിടെ നിന്ന് കണ്ടുപിടിച്ചു? വയനാട്ടിൽ നിന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ കുറെ തുമ്പകളുടെ പേരൊക്കെ പഠിച്ചിട്ടില്ല, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അത് കണ്ടുപിടിച്ചു, അപ്പോൾ അവിടെ പേര് കൊടുത്തു. അതേപോലെ ഇതും എന്താണ്? ഒരു ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്പോർട്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യം. നമ്മുടെ T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് നമീബിയൻ താരം ജാൻ നിക്കോൾ ലോഫി ഈറ്റണിന് ലഭിച്ചു. നേപ്പാളിനെതിരായ മത്സരത്തിൽ 33 പന്തിലാണ് താരം സെഞ്ചുറി നേടിയത്. അപ്പം അന്ന് നമ്മുടെ പത്രങ്ങളിലൊക്കെ ഇത് വാർത്തയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അധികം പേരൊന്നും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ PSC ശ്രദ്ധിക്കും. കാരണം ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ PSC അതായിരിക്കും അടുത്ത ചോദ്യ പേപ്പറിൽ ചോദ്യമായിട്ട് തരുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഓർത്തിരിക്കേണ്ട പേരാണ് T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ആരെന്നൊരു ചോദ്യം ചോദിച്ചാൽ മറക്കാതെ പഠിക്കുക. നമ്മുടെ ഇന്നത്തെ ഈ ഒരു തീയതി പ്രകാരം ആരാണ് ആ റെക്കോർഡിനുടമ? നമ്മുടെ ജാൻ നിക്കോൾ ലോഫി ഈറ്റൺ. അവര് ഏത് രാജ്യക്കാരനാണ്? നമീബിയൻ താരമാണ്. ആർക്കെതിരായിട്ടുള്ള മത്സരത്തിലാണ് നേട്ടം കൈവരിച്ചത്? നേപ്പാളിനെതിരായിട്ടുള്ള മത്സരത്തിലാണ്. എത്ര പന്തിലാണ് ഈ നേട്ടം കൈവരിച്ചത്? 33 പന്തിലാണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് നമീബിയൻ താരം ജാൻ നിക്കോൾ ലോഫി ഈറ്റണിന് നേപ്പാളിനെതിരായ മത്സരത്തിൽ 33 പന്തിലാണ് താരം ഈ ഒരു സെഞ്ചുറി നേടിയത്. ഇനി നമ്മുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട്, അവാർഡുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം സാഹിത്യകാരൻ M മുകുന്ദന് ലഭിച്ചു. അപ്പൊ സാഹിത്യകാരൻ M മുകുന്ദനാണ് 2024 പ്രഖ്യാപിച്ച ദേശാഭിമാനി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി മറ്റൊന്ന്, കേരള ബാങ്കിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ജോർട്ടി M ചാക്കോ ചുമതലയേറ്റു. അപ്പൊ ഇവിടെ നിയമനങ്ങളാണ്. നിയമനങ്ങൾ ഈ ഒരു ദിവസപ്രകാരം പറയുന്നു. വരുന്ന പരീക്ഷയ്ക്ക് പോകും മുമ്പ് നിയമനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അപ്പോൾ നിയമനങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് എഴുതി വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ ഒരു പേജ് മാത്രം എടുത്തൊന്ന് പെട്ടെന്ന് നോക്കിയിട്ടൊന്ന് പോയാൽ മതി. അപ്പോൾ ഇവിടെ എന്താണ്? കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ജോർട്ടി M ചാക്കോ ചുമതലയേറ്റു എന്നാണ്. ആരാണ്? ജോർട്ടി M ചാക്കോ എന്നാണ് ചുമതലയേറ്റു. പ്രഭാവോ സുബിയാൻഡോ ഇന്തോനേഷ്യൻ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റു. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്ര തലവന്മാരുടെ, നമ്മളുമായിട്ടൊക്കെ ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളിലെ തലവന്മാരുടെ നിയമനങ്ങളൊക്കെ PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഓർത്തിരിക്കുക, ഇന്തോനേഷ്യൻ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റു പ്രഭാവോ സുബിയാൻഡോ എന്ന പേര് ഓർക്കുക. ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് പ്രഭാവോ സുബിയാൻഡോ എന്ന കാര്യം ഓർക്കുക. ഇനി കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിപിൻ ചന്ദ്ര അഞ്ചാരിയ നിയമിതനായി എന്നതാണ് അടുത്തതായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ടത്. കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിപിൻ ചന്ദ്ര അഞ്ചാരിയ നിയമിതനായി. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ലോക്പാലിന്റെ അധ്യക്ഷനായി സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് AM ഖാൻവിൽക്കറെ രാഷ്ട്രപതി നിയമിച്ചു. ആരാ നിയമിക്കുക ലോക്പാലിനെ? രാഷ്ട്രപതി. അപ്പൊ ആരെയാ ഇപ്പൊ നിയമിച്ചത്? നമ്മുടെ സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിട്ടുള്ള ജസ്റ്റിസ് AM ഖാൻവിൽക്കറെ നിയമിച്ചു. അപ്പൊ ലോക്പാൽ AM ഖാൻവിൽക്കർ. ലോക്പാലിലെ ആ പാലിങ്ങോട്ടെടുത്ത് പാല് വിൽക്കാൻ പോകുന്നെങ്കിലും ഓർത്ത് വെച്ചാൽ ആ പേര് നമുക്ക് കിട്ടും. ലോക്പാലിന്റെ അധ്യക്ഷനായിട്ട് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് AM ഖാൻവിൽക്കറെ ആര് നിയമിച്ചു? രാഷ്ട്രപതി നിയമിച്ചു. ഇനി അടുത്ത കരസേന ഉപമേധാവിയായിട്ട് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിനെ ചുമതലയേറ്റു. അപ്പോൾ ഇവിടെ ഉപമേധാവി ഉപേന്ദ്ര ദ്വിവേദി. അപ്പോൾ ഇതൊക്കെ നിയമനങ്ങളാണ്. മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒന്ന് മാറ്റി പഠിക്കണം. നിലവിലാരാണ് കരസേന ഉപമേധാവി? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ആത്മകഥ ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിജീവനം ആരുടെ ആത്മകഥ? വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ്.
വിശ്വാസമില്ലെങ്കിൽ നമുക്കൊരു അതിജീവനമൊന്നും നടക്കില്ല എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതാണ് പങ്കജ് ഉദാസ്. അദ്ദേഹം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിഖ്യാത ഗസൽ ഗായകനാണ്. നമ്മുടെ പ്രിയപ്പെട്ട വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദാസ് അദ്ദേഹം അന്തരിച്ചു എന്നതാണ് മറ്റൊരു ദുഃഖകരമായ വാർത്ത. 2006 രാജ്യം പത്മശ്രീ ഒക്കെ നൽകി ആദരിച്ച വ്യക്തിയാണ് പങ്കജ് ഉദാസ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷമൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പങ്കജ് ഉദാസിന് പത്മശ്രീ ലഭിച്ച വർഷം ചോദിച്ചാൽ അത് 2006 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് പറഞ്ഞത്? വിഖ്യാത ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ്. അദ്ദേഹത്തിന് 2006 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം 73-ാം വയസ്സിൽ അന്തരിച്ചു എന്ന ഒരു ദുഃഖവാർത്തയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ഒരുപക്ഷെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതും ഒപ്പം നമുക്കിത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനുള്ളിൽ വിഷമം വരുന്നതായിട്ടുള്ള ഒരു വാർത്തയാണ്. ബോളിവുഡ് യുവനടി സുഹാസിനി ഭട്നഗർ അന്തരിച്ചു. ദംഗൾ എന്ന സിനിമയിലെ ബാലതാരമാണ് സുഹാസിനി എന്ന കാര്യം ഓർക്കുക. ആ ഒരു സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അമീർ ഖാന്റെ ആ ഒരു സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ സ്നേഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇത്ര മനോഹരമായിട്ട് ആ ഒരു സിനിമയിൽ അഭിനയിച്ച ആ ഒരു നടിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഒരു പക്ഷേ ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. ബോളിവുഡ് യുവനടി സുഹാസിനി ഭട്നഗർ അന്തരിച്ചു എന്നൊരു വാർത്തയാണ്. ദംഗൽ എന്ന സിനിമയിലെ ബാലതാരമായാണ് സുഹാസിനി പ്രശസ്തനായത് എന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസം മൈക്ക് പ്രോക്ടർ അന്തരിച്ചു. അപ്പോൾ ഇവിടെ മൈക്ക് പ്രോക്ടർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. അത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദക്ഷിണാഫ്രിക്ക. ജൈന ആചാര്യൻ വിദ്യാസാഗർ മഹാരാജ്. അപ്പോൾ വിദ്യാസാഗർ മഹാരാജ് ജൈന ആചാര്യനാണ്. അദ്ദേഹം അന്തരിച്ചു. വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ ഫാലി എസ് നരിമാൻ അദ്ദേഹം അന്തരിച്ചു. മുൻ രാജ്യസഭാംഗം പത്മഭൂഷൺ 1991 പത്മവിഭൂഷൺ 2007 ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഫാലി എസ് നരിമാൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മുതിർന്ന അഭിഭാഷകനാണ്, നമ്മുടെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ്. വിഖ്യാത നിയമജ്ഞനും അതോടൊപ്പം തന്നെ ഭരണഘടനാ വിദഗ്ധനുമാണ് ഫാലി എസ് നരിമാൻ. അദ്ദേഹത്തിന് രാജ്യം 1991 പത്മഭൂഷണും 2007 പത്മവിഭൂഷണും നൽകി ആദരിച്ചിട്ടുണ്ട്. ഫാലി എസ് നരിമാൻ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1991, പത്മവിഭൂഷൺ ലഭിച്ച വർഷം 2007 എന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക. കഥകളി ആചാര്യൻ വാഴേക്കട വിജയൻ അന്തരിച്ചു. കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പൽ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ കലാമേഖലയിലൊക്കെ ചോദിക്കാം, വാഴേക്കട വിജയൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അദ്ദേഹം കഥകളി ആചാര്യനാണ്. അദ്ദേഹം കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പൾ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് വാഴേക്കട വിജയൻ കഥകളി ആചാര്യൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പ്രശസ്ത സിനിമാ സംവിധായകനാണ് കുമാർ സാനി അന്തരിച്ചു. അപ്പോൾ പ്രശസ്ത സിനിമാ സംവിധായകനാണ് കുമാർ സാനി. അദ്ദേഹം അന്തരിച്ചു. അതും ചോദിക്കാവുന്നതാണ്. പ്രസിദ്ധനാണ്. ധാരാളം നല്ല സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള ഹിറ്റായിട്ടുള്ള ധാരാളം സിനിമകൾ സംവിധാനം ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാവുന്ന ഒരു പേരാണ് കുമാർ സാനി. അദ്ദേഹം ഒരു സംവിധായകനാണ്. ഇനി അടുത്ത പരിചയപ്പെടുന്നു മലയാറ്റൂർ ട്രസ്റ്റിന്റെ മലയാറ്റൂർ പുരസ്കാരം സാറാ ജോസഫിന്റെ എസ്തർ എന്ന നോവലിന്. അപ്പോൾ 2024 പ്രഖ്യാപിച്ച മലയാറ്റൂർ പുരസ്കാരം സാറാ ജോസഫിന്റെ എസ്തർ അതൊരു നോവലാണെന്ന കാര്യം ഓർത്തിരിക്കുക. വേണമെങ്കിൽ ചോദിക്കാം, എസ്തർ എന്ന് പറയുന്ന ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അതൊരു നോവലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാറാ ജോസഫുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരവും പ്രഖ്യാപിച്ചു. അവിടെ ലഭിച്ചിരിക്കുന്നത് രജനി സുരേഷിന്റെ പേരോർത്തിരിക്കുക, വള്ളുവനാടൻ വിഷുക്കുടുക്ക എന്ന ആ ഒരു കൃതിക്കാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഒരു പേര് എസ്തേറാണ്. സാറാ ജോസഫ് മലയാറ്റൂർ പുരസ്കാരം. അതേപോലെ തന്നെ വള്ളുവനാടൻ വിഷുക്കുടുക്ക ആരുടെ കൃതിയാണ്? രജനി സുരേഷിന്റെ കൃതിയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്പോർട്സുമായി ബന്ധപ്പെട്ട് വനിതാ ക്രിക്കറ്റിലെ അതിവേഗമേറിയ പന്ത് ബൗൾ ചെയ്തതിൻ്റെ റെക്കോർഡ് ദക്ഷിണാഫ്രിക്കൻ താരം ഷപ്നീം ഇസ്മായിലിന് ലഭിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനം. അതായത് ഏറ്റവും വേഗതയേറിയ പന്ത് നമ്മുടെ വനിതാ ക്രിക്കറ്റിൽ എറിഞ്ഞിരിക്കുന്ന ആരാണ്? ദക്ഷിണാഫ്രിക്കൻ താരമായിട്ടുള്ള ഷപ്നീം ഇസ്മായിൽ ആണെന്ന കാര്യം ഓർക്കുക. എന്താണ് പേര്? ഷപ്നീം ഇസ്മായിൽ ആണെന്ന കാര്യം ഓർക്കുക. ഷപ്നീം ഇസ്മായിൽ വേഗതയേറിയ പന്ത് എറിഞ്ഞ വനിതാ ക്രിക്കറ്റിലെ താരമാണ് ദക്ഷിണാഫ്രിക്കയുടെ ഷപ്നീം ഇസ്മായിൽ. അവിടെ ഈ ഒരു നേട്ടം കൈവരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടന്ന വനിതാ പ്രീമിയർ ലീഗിലാണ്. വനിതാ പ്രീമിയർ ലീഗിലെ ഡൽഹി ക്യാപിറ്റൽസിനെതിരായിട്ടുള്ള മത്സരത്തിലാണ് ഇവർ ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. ആ എറിഞ്ഞ പന്തിന്റെ വേഗത 132.1 km/h ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മുംബൈ ഇന്ത്യൻസ് താരം കൂടിയാണ് ഇവരെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവർ ഏത്
പ്രീമിയർ ലീഗിൽ ഏത് ടീമാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ ഏത് രാജ്യക്കാരിയാണ്? ദക്ഷിണാഫ്രിക്കയാണ്. പക്ഷേ ഈ നേട്ടം കൈവരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടന്ന വനിതാ പ്രീമിയർ ലീഗിലൂടെയാണ്. 132.1 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന ആ ഒരു വേഗതയും ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഷപ്നീം ഇസ്മായിൽ ദക്ഷിണാഫ്രിക്കൻ താരം. പക്ഷെ അവർ ഏത് IPL ടീമിലാണ്? മുംബൈ ഇന്ത്യൻസ് താരമാണ്. ആർക്കെതിരായിട്ടുള്ള മത്സരമായിരുന്നു? അവിടെ ഓർക്കുക, ഡൽഹി ക്യാപിറ്റൽസിനെതിരായിട്ടുള്ള മത്സരമാണ്. ഇനി അടുത്തതിലേക്ക് വരാം. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അവിടെ പരീക്ഷ ചോദിക്കാം, രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അത് ഏത് നദിക്ക് കീഴിലൂടെയാണ്? ഹൂഗ്ലി നദി, നമ്മുടെ ഗംഗയുടെ കൈവഴിയായിട്ടുള്ള ഹൂഗ്ലി നദിക്ക് കീഴിലൂടെയാണ്, കൊൽക്കത്തയിലാണ്. നമ്മൾക്കറിയാം ആദ്യം മെട്രോ ഒക്കെ വരുന്നത് കൊൽക്കത്തയിലാണ്. അത് ആര് ഉദ്ഘാടനം ചെയ്തു? ഒന്നാമത്തെ ഓപ്ഷൻ ചിലപ്പോൾ മമതാ ബാനർജി എന്നൊക്കെ കൊടുക്കുക. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം. ഇതൊക്കെ എപ്പോഴും BSc ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ചോദിക്കും. മിസ് വേൾഡ് കിരീടം 71ാമത് കിട്ടിയിരിക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്കാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഇന്ത്യക്കാരി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ പേര് ഓർക്കുക, സിനി ഷെഡ്ഡി എന്ന ഒരു പേരും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ മിസ് വേൾഡ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്? ക്രിസ്റ്റീന പിസ്കോവയ്ക്കാണെന്ന കാര്യം ഓർക്കുക. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവയ്ക്ക് 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം. ലെബനന്റെ യസ്മീന സെയ്മാൻ ആണ് 2ാം സ്ഥാനം നേടിയത്. ഇന്ത്യൻ പ്രതിനിധിയായ സിനി ഷെഡ്ഡിക്ക് ടോപ്പ് 4 ഇടം നേടാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ പങ്കെടുത്ത ആരാന്ന് ചോദിച്ചാൽ സിനി ഷെഡ്ഡി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പേര് ഓർക്കരുത്, പേര് ഓർക്കണം. എന്താണ്? ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവ. എന്താണ്? ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവ 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം നേടി. അപ്പോൾ എന്താണ്? ക്രിസ്റ്റീന പിസ്കോവ അവരാണ് 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം നേടിയത്. അപ്പോൾ ക്രിസ്റ്റീന പിസ്കോവ 71ാം മിസ് വേൾഡ് സൗന്ദര്യ കിരീടം നേടി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച, നോക്കുക, സൗത്ത് ഏഷ്യയിലെ ആദ്യത്തെ നഗരമാട്ടോ നമ്മുടെ കൊച്ചി. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ നഗരം ചോദിച്ചാൽ നമ്മുടെ സ്വന്തം കൊച്ചിയാണ്. ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല കോട്ടയം. കോട്ടയം ആസ്ഥാനമായിട്ടുള്ള മഹാത്മാഗാന്ധി സർവകലാശാല ഇന്ത്യയിലെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ, അതെന്താണ്? വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല കോട്ടയം. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലയാണ് ഏത്? നമ്മുടെ സ്വന്തം വയനാട്. അപ്പം ഞാനിവിടെ വയനാട്ടിൽ നിന്നാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ, ഇതൊക്കെ PSc ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നിർബന്ധമായിട്ട് ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കുക. എന്താണ്? ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ലയാണ് നമ്മുടെ വയനാട് ജില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആദ്യ ജില്ല ചോദിച്ചാൽ നമ്മുടെ വയനാട് ജില്ലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത, ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവികത്താവളം ചോദിക്കുവേ. എന്താണ്? JNS ജടായു. എന്താണ്? INS ജടായു. എന്താണ്? INS ജടായു. INS ജടായു. ലക്ഷദ്വീപിൽ എവിടെയാണോ? മിനിക്കോയി എന്ന് പറയുന്ന ആ ഒരു ദ്വീപിലാണ്. ലക്ഷദ്വീപിലെ മിനിക്കോയ് എന്ന് പറയുന്ന ദ്വീപിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവികത്താവളമാണ് INS ജടായു. അപ്പൊ എല്ലാം ഓർത്തിരിക്കണം. ലക്ഷദ്വീപ്, മിനിക്കോയ്, INS ജടായു. ഇനി അടുത്തതിലേക്ക് വരാം. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു പരീക്ഷണത്തിന്റെ പേര്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, അഗ്നി 5 എന്താണ്? ഒരു ഭൂഖണ്ഡാന്തര ആണവ ബാലസ്റ്റിക് മിസൈലാണ്. അതിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചിരിക്കുന്നു. അതിന്റെ ആ ഒരു പരീക്ഷണത്തിന് നൽകിയ പേരാണ് പ്രശസ്തം, മിഷൻ ദിവ്യാസ്ത്ര. എന്താണ്? മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിൽ അഗ്നി 5 എന്ന ഭൂഖണ്ഡാന്തര ആണവ ബാലസ്റ്റിക് മിസൈലിന്റെ പരീക്ഷിച്ചു എന്നതാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. ആ ഒരു പരിഷ്കരിച്ച പതിപ്പ് എന്താണ്? ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അഗ്നി 5 അതൊരു ഭൂഖണ്ഡാന്തര ആണവ ബാലസ്റ്റിക് മിസൈലാണ്. അതിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. അതിന് നൽകിയിരിക്കുന്ന ആ ഒരു പരീക്ഷണത്തിന്റെ പേര് മിഷൻ ദിവ്യാസ്ത്ര. എന്താണ്? മിഷൻ ദിവ്യാസ്ത്ര.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതാണ്, ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെല തുരങ്കം അരുണാചൽ പ്രദേശിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അപ്പൊ ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം, ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമായ സെല തുരങ്കം അരുണാചൽ പ്രദേശിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ എന്താണ് സെല തുരങ്കം അരുണാചൽ പ്രദേശ്, ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത. സെല തുരങ്കം അരുണാചൽ പ്രദേശ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടപ്പാത. ഇനി അടുത്തത് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കമാണ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം സെല തുരങ്കം. അത് ആര് ഉദ്ഘാടനം ചെയ്തു? പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എവിടെ ഉദ്ഘാടനം ചെയ്തു? അരുണാചൽ പ്രദേശിൽ. അതാണ് ഈ പറയുന്ന സെല തുരങ്കം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊന്നാണ്, രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. അപ്പൊ രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ എന്ന് പറയുന്നത്. ഇത് ഡൽഹിയിലെ ദ്വാരക മുതൽ കർക്കിദോല ടോൾ പാസ, ഗോർഗോൺ ഹരിയാന അവിടം വരെയാണ് ഇത് കണക്ട് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദ്വാരക അതേപോലെ തന്നെ ഗോർഗോൺ, ഈ 2 സ്ഥലങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റർ ഹൈവേ ആണ് ദ്വാരക എക്സ്പ്രസ് വേ. അത് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. അപ്പം എന്താണ് രാജ്യത്തെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ? അത് നമ്മുടെ ദ്വാരക എക്സ്പ്രസ് ഹൈവേ ആണ്. അത് ദ്വാരക, ഡൽഹി മുതൽ നമ്മുടെ ഹരിയാനയിലെ ഗോർഗോൺ ആ ഒരു ഭാഗം വരെയാണ് അത് കളക്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതാണ്, അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകം പരിഭാഷയ്ക്ക് PK രാധാമണിക്ക് എന്ത് ലഭിച്ചു? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. എന്താണ് അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് PK രാധാമണിക്ക് എന്ത് ലഭിച്ചു? നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയ്ക്ക് PK രാധാമണിക്ക് എന്ത് ലഭിച്ചു? നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അപ്പൊ അമൃത പ്രീതം അക്ഷരങ്ങളുടെ നിഴലിൽ അതിന്റെ പരിഭാഷ തയ്യാറാക്കിയ വ്യക്തി ആരോടോ? നമ്മുടെ PK രാധാമണിയാണ്. ഇനി അടുത്തത് ഓസ്കാർ പുരസ്കാരമാണ്. ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. 96ാമത്തെ എഡിഷൻ ഓസ്കാർ പുരസ്കാരം പ്രഖ്യാപിച്ചു. 96ാമത് ഓസ്കാർ അവാർഡിൽ 7 പുരസ്കാരങ്ങളുമായി ഓപ്പൺഹൈമർ, നമ്മൾ തൊട്ടു മുമ്പ് പരിചയപ്പെട്ട ഓപ്പൺഹൈമർ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ അവിടെ ഓപ്പൺഹൈമർ ആണ് മികച്ച ചിത്രം. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ തൊട്ടു മുമ്പ് പരിചയപ്പെട്ടു. മികച്ച നടൻ ആരാണ്? കീലിയൻ മർഫി. മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. അപ്പൊ ഇതെല്ലാം ഏത് സിനിമയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്പൺഹൈമർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തൊട്ടു മുമ്പ് പരിചയപ്പെട്ട പേരുകൾ തന്നെയാണ്. എമ്മ സ്റ്റോൺ ആണ് മികച്ച നടി എന്ന് പറയുന്നത്. സഹനടിയായിട്ട് ഡിവൈൻ ജോയ് റാൻഡോൾഫ് ദ ഹോൾഡോവേഴ്സ് എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെടുത്തിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. 96ാമത് ഓസ്കാർ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 7ഓളം പുരസ്കാരം ഓപ്പൺഹൈമർ എന്ന സിനിമയ്ക്ക് ലഭിച്ചു. മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തു ഓപ്പൺഹൈമർ. അതിലെ അഭിനയത്തിന് മികച്ച നടനുള്ള പുരസ്കാരം കീലിയൻ മർഫിക്ക് ലഭിച്ചു. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ക്രിസ്റ്റഫർ നോളന് ലഭിച്ചു. മികച്ച സഹനടനായിട്ട് റോബർട്ട് ഡൗണി ജൂനിയർ നേടി എന്ന കാര്യം ഓർത്തിരിക്കുക. കൂടാതെ മികച്ച നടി എമ്മ സ്റ്റോൺ ആണ്. പുവർ തിങ്സ് എന്ന സിനിമയാണ് അവരുമായി ബന്ധപ്പെട്ട് തൊട്ടു മുമ്പ് പരിചയപ്പെട്ടു. സഹനടിയായിട്ട് ഡിവൈൻ ജോയ് റാൻഡോൾഫ് ആണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഡിവൈൻ ജോയ് റാൻഡോൾഫ് അതാണ് സഹനടി. അപ്പോൾ ഓപ്പൺഹൈമർ മികച്ച സിനിമ. അതേപോലെ തന്നെ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, മികച്ച നടൻ കീലിയൻ മർഫി, മികച്ച സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ. അങ്ങനെ ടോട്ടൽ എത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്? ഓപ്പൺഹൈമറിന് 7 പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. മികച്ച നടി ആരാണ്? എമ്മ സ്റ്റോൺ, പുവർ തിങ്സ് എന്ന സിനിമ. മികച്ച സഹനടി ആരാണ്? ഡിവൈൻ ജോയ് റാൻഡോൾഫ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത മലയാളിയായ AS രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷനായിട്ട് നിയമിതനായി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നിലവിൽ 3 പേരുണ്ട്. ശ്രീ പ്രവീൺ കുമാർ ശ്രീവാസ്തവ, ശ്രീ അരവിന്ദ കുമാർ. ഇപ്പോൾ അതിലേക്ക് AS രാജീവ് എത്തി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെ നിയമനങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ മാറ്റങ്ങൾ വന്നേക്കാം. ഇനി അടുത്തത് എന്താണ്? വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ രത്ന പുരസ്കാരത്തിൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ പരിചയപ്പെട്ടേ ഉള്ളൂ നമ്മുടെ ട്രിസ ജോളി. ഓർത്തിരിക്കുക, വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ രത്ന പുരസ്കാരം ട്രിസ ജോളിക്ക് കിട്ടി. ഏത് കായിക താരമാണ് ട്രിസ ജോളി മനസ്സിൽ വന്നിട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വാർത്തകളിലൂടെയും ഒക്കെ പ്രസിദ്ധമായിട്ടുള്ള ജില്ലുമോൾ മാരിയത്ത് തോമസ്, അവർക്കും എന്താണ് ഈ ഒരു അവാർഡ് ലഭിച്ചു. നമുക്കറിയാം, 2 കൈകളുമില്ലാതെ വണ്ടി ഓടിക്കുന്ന ആ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അഭിമാനത്തോടെ നമ്മൾ അവരെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടിക്കും എന്താണ് ഈ പറയുന്ന ജില്ലുമോൾ മാരിയത്ത് തോമസിനും എന്താണ്
ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അന്നപൂർണി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. പിന്നെ മറ്റൊരു പേര് വിജി പെൺകൂട്ട്. അപ്പോൾ എന്താണ് നമ്മൾ പരിചയപ്പെട്ടത്? വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ രത്ന പുരസ്കാരത്തിന് ട്രിസ ജോളി, ജില്ലുമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകൂട്ട് എന്നിവർ അർഹരായി. ഞാൻ പറഞ്ഞ പേരുകൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ പേര് ട്രിസ ജോളി, നമ്മൾ ഓൾറെഡി പഠിച്ചു. ജില്ലുമോൾ മാരിയറ്റ് തോമസ് നമ്മൾ ഒരിക്കലും മറക്കില്ല. അന്നപൂർണി സുബ്രഹ്മണ്യം, മറ്റൊരു പേര് വിജി പെൺകൂട്ട്. അപ്പോൾ ആരെല്ലാമാണ്? ട്രിസ ജോളി, ജില്ലുമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകൂട്ട്. അപ്പോൾ അവിടെ ട്രിസ ജോളി, മറ്റൊരു പേര് ജില്ലുമോൾ മാരിയറ്റ് തോമസ്, മറ്റൊരു പേര് അന്നപൂർണി സുബ്രഹ്മണ്യം, മറ്റൊരു പേര് വിജി പെൺകൂട്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നോക്കുക, കായിക മേഖലയിൽ ബോക്സിംഗ് താരം KC ലേഖ. അപ്പോൾ 2023 പോകുമ്പോൾ അവിടെ KC ലേഖയ്ക്കായിരുന്നു ഈ ഒരു പുരസ്കാരം കിട്ടിയത്. അവർ ബോക്സിംഗ് താരമാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയവരുടെ വിഭാഗത്തിൽ അന്ന് നിലമ്പൂർ ആയിഷയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചു. അതുപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണ വിഭാഗത്തിൽ അമ്മൂമ്മത്തിരി ഉൾപ്പെടെ പദ്ധതികൾ നടപ്പാക്കിയ ലക്ഷ്മി N മേനോൻ, അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചു. വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിൽ കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ഗാസ്ട്രോ എൻട്രോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ RS സിന്ധു എന്നിവരാണ് ഈ പറയുന്ന കഴിഞ്ഞ കൊല്ലത്തെ ജേതാക്കൾ എന്ന് പറയുന്നത്. ഈ വനിതാരത്നം പുരസ്കാരത്തിൽ ജേതാക്കളായ കഴിഞ്ഞ കൊല്ലത്തെ 2023 വരുമ്പോൾ നമ്മുടെ KC ലേഖ, അതുപോലെ തന്നെ നിലമ്പൂർ ആയിഷ, മറ്റൊരു പേര് ലക്ഷ്മി N മേനോൻ, മറ്റൊരു പേര് RS സിന്ധു ആണ്. ഇത് 2023 ഇത് പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പരിചയപ്പെട്ടത് 2024 പേരുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ട്രിസ ജോളി, ജില്ലുമോൾ മേരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, മറ്റൊരു പേര് വിജി പെൺകൂട്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി 2024 ബന്ധപ്പെട്ട്, അതായത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, ഒരു വാർത്തയിലൂടെ നോക്കാം. സംസ്ഥാന വനിതാരത്ന പുരസ്കാരങ്ങൾ ആരോഗ്യ വനിതാ ശിശു വികസന മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു. കായിക രംഗത്ത് കണ്ണൂർ ചെറുപുഴ പെരിങ്ങോം നിവാസി ട്രിസ ജോളി. അതൊന്ന് ഓർത്ത് വെച്ചോ, ഏതാണ് അവരുടെ ജില്ല എന്ന് ചിലപ്പോൾ ചോദിക്കും. ഇതിനു മുമ്പൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് കണ്ണൂരാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിതാ വിഭാഗത്തിൽ എറണാകുളം ജില്ലയിലെ ജില്ലുമോൾ മരിയറ്റ് തോമസ്, അവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അതേപോലെ സാമൂഹ്യ സേവന രംഗത്ത് കോഴിക്കോട് ജില്ലയിലെ വിജി പെൺകൂട്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതാ വിഭാഗത്തിൽ പാലക്കാട് ജില്ലയിലുള്ള ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ ഡയറക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യം എന്നിവർ അർഹരായി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്? നമ്മളിവിടെ പരിചയപ്പെട്ടത് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വനിതാ രത്ന പുരസ്കാരമാണ്. 4 പേർക്ക് ലഭിക്കുന്നു. അതിൽ 2024 ട്രിസ ജോളി, ജില്ലുമോൾ മരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകൂട്ട്. 2023 വരുമ്പോൾ KC ലേഖ ബോക്സിംഗ് താരമാണ്. അതേപോലെ തന്നെ നടി നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N മേനോൻ, RS സിന്ധു എന്നീ പേരുകൾ ഓർത്തിരിക്കണം. ഇതിൽ ട്രിസ ജോളിയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ പറയുന്നത്. കണ്ണൂർ ചെറുപുഴ പുളിങ്ങോം സ്വദേശിനിയാണ് ട്രിസ ജോളി. മലേഷ്യയിൽ നടന്ന ഏഷ്യൻ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പ് ഡബിൾസിൽ 20-ാം വയസ്സിൽ സുവർണ്ണ നേട്ടം സ്വന്തമാക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ. ഇന്ത്യ ഏഷ്യൻ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ സ്വർണ്ണം നേടുകയും 7-ാമത്തെ വയസ്സിൽ ജില്ലാ അണ്ടർ 11 വിഭാഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നതാണ് ഇവിടെ പറയുന്നത്. എന്തെല്ലാം പറഞ്ഞു? കണ്ണൂർ ചെറുപുഴ പുളിങ്ങോം സ്വദേശിനിയാണ് ട്രിസ ജോളി. മലേഷ്യയിൽ നടന്ന ഏഷ്യൻ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പ് ഡബിൾസിൽ 20-ാം വയസ്സിൽ സുവർണ നേട്ടം സ്വന്തമാക്കുകയും ഇന്ത്യ ഏഷ്യൻ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടുകയും 7-ാമത്തെ വയസ്സിൽ ജില്ലാ അണ്ടർ 11 വിഭാഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. 2022 കോമൺവെൽത്ത് ഗെയിംസ് ബർമിംഗ്ഹാം മിക്സ്ഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ എന്ത് ലഭിച്ചു? വെള്ളി മെഡൽ ലഭിച്ചു. 2022 ഓൾ ഇന്ത്യ ബാഡ്മിന്റൺ വനിതാ ഡബിൾസിൽ വെങ്കല മെഡൽ ലഭിച്ചു. ദുബായിൽ നടന്ന 2023 ഏഷ്യൻ മിക്സഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ ലഭിച്ചു. 2023 ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ വനിതാ ഡബിൾസിൽ വെങ്കല മെഡൽ ലഭിച്ചു. 2024 മലേഷ്യയിൽ നടന്ന ബാഡ്മിന്റൺ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ എന്താണ്? സ്വർണ്ണ മെഡലും. കോമൺവെൽത്ത് ഗെയിംസിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ മലയാളി താരമെന്ന നിലയിലും ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട വനിത എന്ന നിലയിലും സ്തുത്യാർഹമായ നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയാണ് ആര്? നമ്മളിവിടെ പരിചയപ്പെട്ട നമ്മുടെ ട്രിസ ജോളി. അപ്പോൾ ഇതൊക്കെ എന്താണ്, വേണമെങ്കിൽ വരുന്ന പരീക്ഷയിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. കണ്ണൂർ ചെറുപുഴ പുളിങ്ങോം സ്വദേശിനിയാണ്. മലേഷ്യയിൽ നടന്ന ഏഷ്യൻ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പ് ഡബിൾസിൽ 20-ാം വയസ്സിൽ സുവർണ്ണ നേട്ടം സ്വന്തമാക്കുകയും ഇന്ത്യ ഏഷ്യൻ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടുകയും 7-ാമത്തെ വയസ്സിൽ ജില്ലാ അണ്ടർ 11 വിഭാഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. 2022 കോമൺവെൽത്ത് ഗെയിംസ് ബർമിംഗ്ഹാം മിക്സഡ് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയെന്ന കാര്യം ഓർത്തിരിക്കുക.
അതേപോലെ തന്നെ 2022 ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ വനിതാ ഡബിൾസിൽ എന്താണ് വെങ്കലം നേടി. ദുബായിൽ നടന്ന 2023 ഏഷ്യൻ മിക്സഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടി. 2023 ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ വനിതാ ഡബിൾസിൽ വെങ്കലം നേടി. 2024 മലേഷ്യയിൽ നടന്ന ബാഡ്മിന്റൺ ഏഷ്യൻ ചാമ്പ്യൻസ് വനിതാ വിഭാഗത്തിൽ സ്വർണ്ണ മെഡലും കോമൺവെൽത്ത് ഗെയിംസിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ മലയാളി താരം എന്ന നിലയിലും ഇരട്ട മെഡൽ നേടുന്ന ആദ്യ മലയാളി താരം എന്ന നിലയിലും ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട വനിത എന്ന നിലയിലും സ്തുത്യാർഹമായ നേട്ടങ്ങൾ കൈവരിച്ചു. അപ്പോൾ എന്താണ് അവസാനം പറഞ്ഞത്? ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട വനിത എന്ന നിലയിലും എന്താണ് ഇവർ സ്തുത്യാർഹമായ നേട്ടങ്ങൾ കൈവരിച്ചു. ഇനി അടുത്തതിലേക്ക് വരാം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരുൺ ഗോയൽ എന്താണ് രാജിവെച്ചു. അപ്പോൾ ഈ രാജിവെച്ചു ആരാണ്? അരുൺ ഗോയൽ. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂപോർട്ട് മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഇതെന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിൻ്റെ പേരാണ് എഡ്യൂപോർട്ട്. നമ്മൾ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AI അധിഷ്ഠിത എൻട്രൻസ് കോച്ചിങ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഫെബ്രുവരിയിൽ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ സ്റ്റാർ ഓഫ് ദ മന്ത് പുരസ്കാരം ഇന്ത്യൻ താരമായിട്ടുള്ള യശസ്വി ജയ്സ്വാളിന് ലഭിച്ചു എന്നതാണ് മറ്റൊരു വാർത്ത. അപ്പോൾ ഫെബ്രുവരിയിൽ മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ICCയുടെ സ്റ്റാർ ഓഫ് ദി മന്ത് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ താരം ആര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് യശസ്വി ജയ്സ്വാളാണ്. അപ്പോൾ 2024 ഫെബ്രുവരി മാസത്തിൽ മികച്ച ക്രിക്കറ്റ് കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ സ്റ്റാർ ഓഫ് ദി മന്ത് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് യശസ്വി ജയ്സ്വാൾ. കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോം സി സ്പേസ് നിലവിൽ വന്നു. രാജ്യത്തെ ആദ്യ സർക്കാർ OTT സംരംഭമാണ്. ചോദിക്കാം. സി സ്പേസ് നമ്മുടെ OTT പ്ലാറ്റ്ഫോമാണ്. രാജ്യത്തെ ആദ്യ സർക്കാർ OTT സംരംഭമാണ് കേരള സർക്കാരിൻ്റെ. നെതർലാൻഡിലെ ഇർസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന 2024 ഇറാസ്മസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ അമിതാഭ് ഘോഷിന് ലഭിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. നെതർലാൻഡിലെ ഇർസ്മിയാനം ഫൗണ്ടേഷൻ നൽകുന്ന 2024 ഇറാസ്മസ് പ്രൈസ് ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാഭ് ഘോഷിന് ലഭിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. തിരക്കഥാകൃത്തും ഡോക്യുമെന്ററി സംവിധായകനുമായ നിസാം റാവുത്തർ അന്തരിച്ചു. ഇപ്പം നിസാം റാവുത്തർ തിരക്കഥാകൃത്തും ഡോക്യുമെന്ററി സംവിധായകനുമാണ്. അദ്ദേഹം അന്തരിച്ചു. പ്രശസ്ത ചരിത്രകാരൻ ദലിത് ബന്ധു NK ജോസ് അന്തരിച്ചു. എന്താണ്? പ്രശസ്ത ചരിത്രകാരൻ ദലിത് ബന്ധു NK ജോസ് അന്തരിച്ചു. ദലിത് ബന്ധു NK ജോസ് പ്രശസ്ത ചരിത്രകാരനാണ്. മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. ബാസുരേന്ദ്ര ബാബു അദ്ദേഹവും അന്തരിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മാർച്ച് മാസത്തിലെ 2 ലക്കത്തിലൂടെ നൽകിയിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ. ഇവിടെ നിയമനങ്ങളൊക്കെ ഉണ്ട്. ആ നിയമനങ്ങളൊക്കെ വരുന്ന പരീക്ഷയ്ക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു ദിവസപ്രകാരം അത് തന്നെയാണ്. എന്നാൽ വരും ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അതൊന്ന് മാറ്റി പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മളിവിടെ പരിചയപ്പെടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നിങ്ങൾക്കറിയാം ഈ ഒരു ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എപ്പോഴും ചോദിക്കുന്ന കുറേ ഫാക്റ്റുകൾ നമ്മൾ കണ്ടു ഈ ഒരു PSC ബുള്ളറ്റിലൂടെ. അപ്പോൾ നമുക്ക് ഈ അടുത്തൊരു ക്ലാസ്സിൽ ഫെബ്രുവരി മാസത്തിലെ PSC ബുള്ളറ്റിനാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഏപ്രിൽ, മാർച്ച്, ഇനി ഫെബ്രുവരി പഠിക്കാം, ജനുവരി, അങ്ങനെ പുറകോട്ട് നമുക്ക് 2023 ജനുവരി വരെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. പഠിച്ച കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ചോദ്യമായിട്ട് വരുമ്പോൾ OMR ഷീറ്റിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു മാർക്കായിട്ട് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.